കൃഷിയെ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കുറേ തട്ടുമുട്ട് ന്യായങ്ങളുണ്ട്. അതിനെവിടെ സ്ഥലം, അതിനെവിടെ സമയം, അതിനുള്ള സൗകര്യമുണ്ടോ, അങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായി നമ്മൾ എന്ത് ചെയ്യും? അന്യ സംസ്ഥാനത്ത് നിന്നുള്ള പച്ചക്കറികൾ കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അപ്പോൾ കൃഷിയോടുള്ളൊരു ആഭിമുഖ്യമൊക്കെ കുറവാണ് എന്നൊരു വലിയ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് യുവാക്കളൊക്കെ അതിൽ നിന്ന് മാറി നടക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഒഡീഷയിൽ നിന്ന് എത്തിയ തന്മ എന്ന കർഷകൻ ഒരു വേറിട്ട മാതൃക തീർക്കുകയാണ്. മലപ്പുറം കോട്ടക്കലിൽ പാട്ടത്തിനെടുത്ത 2 ഏക്കർ ഭൂമിയിൽ ഇദ്ദേഹം വിളയിക്കാത്ത പച്ചക്കറികളൊന്നുമില്ല. കൃഷി വകുപ്പിന്റെ അകമഴിഞ്ഞ പിന്തുണ കൂടി ആയതോടെ കോട്ടക്കലിന്റെ മണ്ണിൽ ഈ ഒഡീഷക്കാരനും കുടുംബവും 100 മേനി കൊയ്തു തുടങ്ങി. മലപ്പുറത്ത് കോട്ടക്കലിൻ്റെ മണ്ണിൽ 100 മേനി വിളയിക്കുന്ന ഒരു കർഷകനുണ്ട്. ഇതിലെന്താണത്ര പുതുമ എന്ന് ചോദിച്ചാൽ, ഈ കർഷകൻ മലയാളിയല്ല, ഒറീസക്കാരനാണ്. തന്മയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 8 വർഷത്തോളമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണുള്ളത്. പെയിൻറ്റിങ് ജോലിക്കിടെ സമയം കണ്ടെത്തിയാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ കൃഷിയാണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയേണ്ടി വരും. ഇവിടെ ഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. കൃഷിയിടത്തിൽ ഇല്ലാത്ത വിളകളൊന്നുമില്ല. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. कैसा है इधर? अच्छा है। इधर क्या क्या बनाता है? मैं वो नल्ले का टाइम नल्ले बनाता है, उसको बाद सब्जी बनाता है। वो सब्जी का 10 आइटम इसी तरह से मैं बनाता है। अभी इस टाइम में वो मत्तन है, बेंडाका है, चेरेंगा है, और बेल्लरी है, कुरकुम्बर है, पच्चमलग है, थोड़ा बैदरंगा भी है, बायाकला भी खलास है, और जॉर्जिट चीरा भी खलास है। और थोड़ा बाद में वो भी रेडी आएगा। वो कहाँ भेजेंगे ये सब? ये मैं पाड़ता हूँ, ये रोड में बेचता है। थोड़ा बस कोटकल का आदमी आता है, वो पच्चकरी का आदमी, वो इधर से 10-10 किलो करके लेके जाते हैं। 8 साल पहले शुरू इधर में हमको थोड़ा पहले बनाया, उसको बाद एक ही टाइम में मैं इधर सेल किया। उसी टाइम में हमको अच्छा पैसा मिला। उसको बाद मैं सोचा काम पे जाएगा, हमको थोड़ा टाइम बचता है, उसको वो टाइम मैं पच्चाकरी में देगा। इसी के लिए मैं वो पच्चाकरी भी रेडी किया थोड़ा थोड़ा करके। इसके बाद हमको उधर में भी अच्छा स्थल मिल जाएगा, तो मैं पेंटिंग काम छोड़ के पूरा टाइम पच्चाकरी में आएगा। गांव में थोड़ा दिमाग था, उसके बाद इधर आया तो कृषि ऑफिसर सब हेल्पिंग करता है, वो अच्छा है। कैसा डिफरेंस है ज़मीन को उड़ीसा के केरल के डिफरेंस कैसा है? डिफरेंस केरला का मट्टी में थोड़ा जैव कमती है। जैव मालूम? जैव सार थोड़ा कमती है, उसको ज़्यादा जैव सार चाहिए। वो चनागाम इसी तरह से वो ज़्यादा डालने का वो अच्छा आएगा। ये माटी में जैव सार कमती है, बाकी पूरा अच्छा है। आपका परिवार पूरा साथ है ना? हाँ, आपका मेरा परिवार पूरा इधर में है। अब कितने एकड़ में है? अभी 1 एकड़ का आधा ये स्थलम। ये काम करने के लिए वो जली का भी जरूरत नहीं है। गवर्नमेंट जली से भी अच्छा पैसा मिलेगा, अच्छा से काम करेगा तो। हमारा एग्रीकल्चर डिपार्टमेंट कैसा है? हाँ, अच्छा है। वो कैसा मदद करता है आपको? हाँ, वो अच्छा, बहुत अच्छा है। क्या एडवाइस देता है? वो मेरा कुछ भी प्रॉब्लम है तो मैं सर को फ़ोन करता है, आके देखने के बाद उनको सजेशन देता है। उसको बाद में वो सजेशन में रेडी करता है, वो अच्छा आता है। अगले साल में प्लान कैसा है? अगले साल में हमको थोड़ा ज़्यादा स्थलम आएगा, इसी तरह से ज़्यादा सब्जी भी आएगा। उस नेक्स्ट साल में मैं काम छोड़ देगा, इसी तरह से दिमाग चलता है। सिर्फ सब्जी बनाएगा इस टाइम में। उड़ीसा में बनाने वाले सब्जी सब ये इधर में भी चलेगा? हाँ, चलेगा, पूरा सब्जी चलेगा। मेरा कलकत्ता का बैदनंगा उधर है, थोड़ा देखने का तो अच्छा है। നമ്മളിപ്പം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനും ചേരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മലയാളികൾ കൃഷി ചെയ്യാൻ മടി കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്ഥിരമായി പറഞ്ഞു കേൾക്കുന്നതാണ്. അവിടെയാണ് ഒറീസയിൽ നിന്നുള്ളവർ ഇവിടെ എത്തി 100 മേനി വിളയിക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നത്?
അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത് തന്നെ ഇപ്പോൾ നമ്മുടെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ഒരിക്കൽ ഓഫീസിലേക്ക് വരുന്ന വഴി യാദൃശ്ചികമായിട്ടാണ് ഇവിടെ ഒരു കൃഷി സ്ഥലം നടക്കുന്നതും അവിടെ കൃഷി രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി ആരാണ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കി പോയപ്പോഴാണ് നമ്മുടെ സ്ഥലത്തുള്ള ആളുകളല്ല അന്യസംസ്ഥാന തൊഴിലാളികൾ സ്ഥലം ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളൊരു ഇത് നമ്മൾ അറിയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിലൊരു കൗതുകം വന്നു. പിന്നെ നമ്മൾ തുടർന്ന് അതിൻ്റെ ഫോളോ അപ്പുകളെല്ലാം ചെയ്ത് ആരാണ് സ്ഥല ഉടമ, എങ്ങനെയാണ് ഇവിടുത്തെ കൃഷി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം പിന്നെ അതിൻ്റെ ഫോളോ അപ്പുകൾ നമ്മൾ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നതും ബാക്കി അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിലവിൽ അദ്ദേഹം ആ സമയത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അപ്പോൾ തന്നെ അന്വേഷിച്ചു. തുടർന്ന് സ്ഥല ഉടമയായി സംസാരിച്ച് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അപ്പം തന്നെ നമ്മൾ ചെയ്തു. മികച്ച പരിപാലനം നൽകി നല്ല രീതിയിൽ വിളവ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. പിന്നെ വിപണനത്തെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിലും മറ്റ് പ്രദേശങ്ങളിലേക്കാൾ കൂടുതലായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് തദ്ദേശീയമായി തന്നെ ഇപ്പോൾ ഒരു ബൈപ്പാസ് ഇവിടെ പോകുന്നുണ്ട്. ധാരാളം തിരക്കേറിയ ഒരു വീതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് നേരിട്ട് കൃഷിയിടം കാണാനും അവിടുന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കർഷകർ അത് സ്വയം അത് ഒരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് സ്വയം അത് കണ്ടെത്തി അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഇവരെ കണ്ടെത്താൻ സാധിച്ചത് അവരുടെ ഈ ഒരു കൃഷി രീതിക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യം. തീർച്ചയായും നമ്മൾ യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയതാണ്. പിന്നെ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നു. പിന്നെ ആളും നല്ല ഇൻട്രസ്റ്റഡ് ആണ്. എന്ത് കാര്യമാണെങ്കിലും വിളിക്കും. എന്ത് ഡിസീസ് ആയാലും എന്ത് കാര്യത്തിനായാലും വളം എവിടെ കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് വരെ വിളിക്കും. നമ്മളവിടെ ഒറീസയിലെ കൃഷി രീതി ഇവിടുത്തെ കൃഷി രീതി വ്യത്യാസമുണ്ടോ മനസ്സിലാക്കാൻ? ഒറീസയിൽ നമ്മൾ കാണുന്നില്ല, പക്ഷേ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത്തോളം സെയിം തന്നെയാണ്. ഉള്ളി അവിടുന്ന് കൊണ്ടുവന്ന വിത്ത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നതും. അതെല്ലാം നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞല്ലോ, ആള് നല്ല ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഫീൽഡിൽ പ്രാവർത്തികമാക്കുന്നുമുണ്ട്. കൂടുതൽ പേർക്ക് വരാനുള്ളൊരു മോട്ടിവേഷൻ ആവും അല്ലേ തന്മയുടെ? തീർച്ചയായും വരും വർഷങ്ങളിൽ കൂടുതൽ നെൽകൃഷിയും ചെയ്യുന്നതാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം. അതാണ് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് നമ്മളെ നാട്ടിനിണങ്ങുന്ന കൃഷി ചെയ്ത് അവിടെ വിജയം കാണുന്നു എന്നത് മാത്രമല്ല, കൂടുതൽ ആളുകൾക്ക് കൃഷിയിലേക്ക് വരാൻ പ്രചോദനം കൂടിയാവുകയാണ് തന്മയ് എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിശ്രമത്തെയും അതിന് നമ്മുടെ സംവിധാനങ്ങൾ നൽകുന്ന പിന്തുണയെയും അഭിനന്ദിക്കാതിരിക്കാനാകില്ല. എന്താണെങ്കിലും അഗ്ലി ബാർ ഇസ്കെ ഓർ അതാണ് ഇതിൽ കൂടുതൽ ഇടത്ത് ഇതിലും കൂടുതൽ വിളവ് ലഭിക്കട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കാം. അഖിലോട്ട് പറക്കൊപ്പം തോട പച്ചമുളക്, തോട ക്യാബേജ്, ആ മുഖത്തെ പുഞ്ചിരിയും ആത്മവിശ്വാസവും കൂടുതൽ വിജയം തന്മയിനെ എത്തിക്കട്ടെ. തന്മയിനെ പോലുള്ളവർ നമ്മളെ പോലുള്ളവർക്ക് വലിയ പ്രചോദനവും ആവട്ടെ എന്ന് നമുക്ക് ഈ ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ആശംസിക്കാം. ഇനിയും മലപ്പുറത്ത് നിന്നാണ് നല്ലൊരു കാഴ്ച. മലപ്പുറം പെരിന്തൽമണ്ണ കൊടികുത്തിമല സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. ഇവിടേക്കുള്ള പ്രവേശന സമയത്തിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ കൂടുതൽ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. പേരുപോലെ കൗതുകവും കാഴ്ചകളും ഒളിപ്പിച്ചിടം മലപ്പുറത്തെ പ്രധാന ഹിൽ സ്റ്റേഷനിൽ ഒന്ന്. പശ്ചിമഘട്ടത്തിലെ അമ്മിണിക്കാടൻ മലനിരകളിൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണിവിടം. എപ്പോഴും വീശിയടിക്കുന്ന കാറ്റും തണുപ്പുമാണ് കൊടികുത്തിമലയിലെ ആകർഷണം. അടിവാരത്തെത്തിയാൽ പിന്നീട് മല നടന്നു കയറണം. 1 മണിക്കൂറോളം നടന്നാൽ കൊടികുത്തിമലയിലെത്താം. മനോഹര കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി പേർ എത്തുന്നുണ്ട് ഇവിടെ. ഇവിടേക്കുള്ള പ്രവേശന സമയത്തിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനാകുന്ന തരത്തിലാണ് ക്രമീകരണം. ഇനി മുതൽ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 7 മണി വരെ ആയിരിക്കും പ്രവർത്തന സമയം. നമുക്ക് രാത്രി കൂടി താമസിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ടെന്റ് ഹൗസുകൾ സ്ഥാപിക്കുക എന്നുള്ളത്, അതുപോലെ ഭാവിയിൽ നമുക്ക് പറ്റുമെങ്കിൽ വിൻമില്ലുകൾ, നമുക്ക് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം ആലോചനയിലുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ക്യാമ്പ് ഹൗസ് ഇവിടെ സ്ഥാപിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. മേഖലയിൽ ബട്ടർഫ്ലൈ പാർക്കും തുടങ്ങും. പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഇനം ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കും. ഇങ്ങനെ സഞ്ചാരികൾക്കായി വിപുലമായ സംവിധാനമാണ് കൊടികുത്തിമലയിൽ തയ്യാറാക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം.
നല്ല കാഴ്ചകളുടെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. ഒരിക്കൽ കണ്ടാൽ അതിങ്ങനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും അല്ലേ? അത് നല്ല കാഴ്ചകൾ മാത്രമല്ല, കണ്ണിൽ കണ്ടത് എന്തുമാവട്ടെ കണ്ണടച്ച് തുറക്കും മുൻപ് വേഗത്തിൽ കൃത്യമായി പറയുന്ന ഒരു 2 വയസ്സുകാരിയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. കണ്ണൂർ കായലോടി പറമ്പായിലെ ശരത്തിന്റെയും ലയയുടെയും മകൾ അലൈനയാണ് ഓർമ്മശക്തിയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. അലൈന ഇതിനോടകം തന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കണ്ണിൽ കാണുന്ന എന്തിനോടും അലൈനയ്ക്ക് കൗതുകമാണ്. മൃഗങ്ങളും പഴവർഗ്ഗങ്ങളും അക്ഷരമാലയും അക്കങ്ങളും ഉടനടി വ്യക്തതയോടെ പറയാൻ അലൈനയ്ക്ക് കഴിയും. മൃഗങ്ങളുടെ ചിത്രങ്ങളുള്ള കാർഡുകൾ നൽകിയാൽ ഓരോന്നായി അവ ഏതെന്ന് അലൈന നിമിഷങ്ങൾക്കുള്ളിൽ പറയും. അവയുടെ ശബ്ദവും ഈ കൊച്ചുമിടുക്കി ഗംഭീരമായി അനുകരിക്കും. 1.5 വർഷം മുൻപ് എറണാകുളം കളമശ്ശേരിയിലെ ഫ്ളാറ്റിൽ താമസിക്കുമ്പോഴാണ് കുഞ്ഞിന്റെ വേറിട്ട കഴിവ് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് മാതാപിതാക്കൾ കുഞ്ഞിന്റെ കഴിവ് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. 1 വയസ്സും 7 മാസവും പ്രായമായിരിക്കെ 26 മൃഗങ്ങളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചറിഞ്ഞതിന് അലൈന ശരത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പുരസ്കാരം ലഭിച്ചു. 2025 കലാംസ് വേൾഡ് റെക്കോർഡിനും അർഹയായി. കുഞ്ഞിന്റെ അഭിരുചികൾ കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മാതാപിതാക്കൾ. സുമേഷ് മൊറാഴ, ന്യൂസ് 18, കണ്ണൂർ. ഇടുക്കിയുടെ വികസനത്തിന് വലിയ സംഭാവന നൽകാൻ സാധിക്കുന്ന പാതയാണ് പഴയ ആലുവ മൂന്നാർ രാജപാത. കാർഷിക ഗ്രാമമായ മാങ്കുളത്തിന്റെയും ആദിവാസി ഊരുകളുടെയും വികസനത്തിനും ഈ പാത ഗുണകരമാകും. വനം വകുപ്പിന്റെ പിടിവാശി മൂലം പതിറ്റാണ്ടുകളായി ഉപേക്ഷിക്കപ്പെട്ട നിലവിലുള്ള പാത വീണ്ടും ഗതാഗത യോഗ്യമാക്കാൻ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1924 വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. അന്ന് കരിന്തരി മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ ഗതാഗതം സാധ്യമാകാത്ത വിധം തകരുകയും ചെയ്തു. പിന്നീട് അടിമാലി നേര്യമംഗലം വഴി പുതിയ പാതയും വന്നതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ടു. കാലക്രമേണ ഇവിടം വനം വകുപ്പിന്റെ അധീനതയിലുമായി. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനം വകുപ്പിന് അധികാരമില്ലെന്ന് നാട്ടുകാർ വാദിക്കുന്നു. 4000-ഓളം ആദിവാസികളാണോ വിലയുള്ളത്, അതെയോ 1000-ഓളം ആനകളാണോ, ഇവിടെ കൂടിയൊക്കെ കടന്നു വരുന്ന ആനകളാണോ വിലയുള്ളത്? അപ്പോൾ മനുഷ്യന് വിലയില്ലാത്ത ആനകൾക്ക് വിലയുള്ള കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരികളുള്ള നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. അതുകൊണ്ട് ഈ റോഡ് തുറക്കണം, അത് നമ്മുടെ അവകാശമാണ്. ഈ 10,000-ഓളം ആളുകളുടെ അവകാശമാണ്. അത് നേടിയെടുക്കുന്നത് വരെ ഈ ജനത സമരം ചെയ്യും, നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോകും. പാത വീണ്ടും യാഥാർത്ഥ്യമായാൽ ആലുവയിൽ നിന്നും മൂന്നാറിലേക്ക് ദൂരം 20 കിലോമീറ്റർ ലാഭിക്കാം. കുട്ടമ്പുഴ, പൂയക്കുട്ടി, കുറത്തി, പെരുമ്പൻകുത്ത് എന്നിവിടങ്ങളിലൂടെയാണ് പഴയ റോഡ് കടന്നു പോകുന്നത്. ഇതിൽ പെരുമ്പൻകുത്തിൽ നിന്ന് കുറത്തിയിലേക്കുള്ള പാത മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികളുടെ ഭാഗമായി പൂർത്തീകരിച്ചിരുന്നു. ഇനി പൂയക്കുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള 27 കിലോമീറ്ററാണ് നിർമ്മിക്കാനുള്ളത്. വനം വകുപ്പിന്റെ അനാവശ്യ തടസ്സവാദങ്ങൾ ഒഴിവാക്കി ടൂറിസം, കാർഷിക മേഖലയ്ക്കും വൻ സാധ്യതകൾ തുറന്നു നൽകുന്ന പാത വീണ്ടും യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18, ഇടുക്കി. കാസർഗോഡ് പറക്കളായിയിൽ പുലി ഇറങ്ങി. തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയെ കണ്ടതോടെ ഇവിടെ നാട്ടുകാർ വലിയ ഭീതിയിലാണ്. കല്ലട ചിറ്റയിൽ വികാസ് നമ്പ്യാരുടെ വീട്ടുമുറ്റത്തെത്തിയ പുലിയുടെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. പുലിഭീതിയിലാണ് പറക്കളായി പ്രദേശം. ജനവാസ മേഖലയിൽ പുലിയെത്തിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. പറക്കളായി കല്ലട ചിറ്റയിൽ വികാസ് നമ്പ്യാരുടെ വീട്ടുമുറ്റത്താണ് തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയെത്തിയത്. വീടിനടുത്തെത്തിയ പുലി വളർത്തുനായയെ കൊന്നു തിന്നു. പുലി മുറ്റത്ത് നടക്കുന്നതും കിടക്കുന്നതുമൊക്കെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 ദിവസവും എത്തിയത് ഒരേ പുലിയെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 മാസത്തിനുള്ളിൽ കൊടോംബേളൂർ പഞ്ചായത്ത് പരിധിയിൽ വാഴക്കോട്, വെള്ളൂട, മണ്ടേങ്ങാനും കോടോം എന്നിവിടങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു. ചക്കിട്ടടുക്കത്ത് പുലി 2 തവണ ആളുകളെ കൊന്നു തിന്നു. പ്രദേശത്ത് പകൽ സമയത്തും പുലിയെ കണ്ടിരുന്നു. പുലിയെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ന്യൂസ് 18, കാസർഗോഡ്. ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥയുമായൊരു കാസർഗോഡ് സ്വദേശി 10 വർഷത്തിലേറെയായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന സാബുവിനെ തേടി ഇതിനിടെ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. സമ്പു
സമ്പുഷ്ടമാണ് സാബുവിന്റെ പച്ചക്കറിത്തോട്ടം. പിതാവിന്റെ പാത പിന്തുടർന്നാണ് മടിക്കൈയിലെ ഈ കർഷകൻ സാബു പച്ചക്കറി കൃഷി തുടങ്ങിയത്. വിദ്യാഭ്യാസ കാലം മുതൽ കൃഷിയിൽ സജീവമായി. ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്നുവെങ്കിലും കൃഷിയാണ് തന്റെ മേഖല എന്ന് തിരിച്ചറിയുകയായിരുന്നു. സ്വന്തമായുള്ള 4 ഏക്കറിലാണ് കൃഷി. ഇതിൽ 1.5 ഏക്കറിൽ വളരുന്നത് പച്ചക്കറികളാണ്. പയർ, വെണ്ട, വഴുതന, ചീര, പച്ചമുളക്, വെള്ളരി, നാടൻ ഹൈബ്രിഡ് തണ്ണിമത്തനുകൾ, കക്കിരി, ചോളം, പടവലം, കോവയ്ക്ക, കൂർക്ക എന്നിവയെല്ലാം ഇവിടെ വളരുന്നുണ്ട്. കൃഷി ഒരിക്കലും നഷ്ടമല്ല എന്നും ചെയ്യുന്ന രീതി അനുസരിച്ചാകും വിജയമെന്നും സാബു പറയുന്നു. നമുക്ക് സാധിക്കുന്ന രീതിയിലെ പച്ചക്കറികൾ ഉണ്ടാകണം. അതിലൂടെ കിട്ടുന്ന നമുക്ക് ആ വിളവിലൂടെ അത് പറിക്കുമ്പോൾ കിട്ടുന്ന അതിൽ കിട്ടുന്ന ഒരു ആനന്ദം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മറ്റെവിടെയും കിട്ടില്ല. കഴിഞ്ഞ വർഷം വരെ 12 ഏക്കറോളം പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 25 ഇനം പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ ജോലിക്കാരെ വെച്ചായിരുന്നു കൃഷിയെങ്കിൽ ഇത്തവണ തനിച്ചാണ്. ചൂട് കൂടിയതിനാൽ രാവിലെയും വൈകിട്ടും പരിചരണം ആവശ്യമാണ്. 2 നേരം വെള്ളം നനയ്ക്കും. പൂർണ്ണമായും ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷി. അക്ഷയശ്രീ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും സാബുവിനെ തേടി എത്തിയിട്ടുണ്ട്. ഭാര്യ അമ്പിളിയും 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചലും കൃഷിയിൽ സാബുവിന് പിന്തുണയുമായി രംഗത്തുണ്ട്. കാർഷിക ജീവിതത്തോടൊപ്പം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് സാബു. ന്യൂസ് 18 കാസർഗോഡ്. ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പത്തനംതിട്ട റാന്നി പഞ്ചായത്ത് ഓഫീസ് ഇപ്പോൾ കളർഫുൾ ആണ്. മനോഹരമായ ചിത്രങ്ങൾ വരച്ചാണ് പഞ്ചായത്ത് ഓഫീസ് ആകർഷകമാക്കിയിരിക്കുന്നത്. പുതിയ ലുക്കിലാണ് റാന്നി പഞ്ചായത്ത്. ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതോടെയാണ് രൂപമാകെ മാറിയത്. ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇതിന് പിന്നിൽ. മാലിന്യമുക്ത നവകേരളം എന്ന ആശയം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ വരച്ചാണ് കെട്ടിടം മനോഹരമാക്കിയത്. പ്രാചീന കലാരൂപങ്ങളും പൂക്കളും പക്ഷികളുമൊക്കെ ചിത്രങ്ങളിൽ ഉൾപ്പെടും. 2 നിലകളിലായുള്ള പഞ്ചായത്ത് ഓഫീസിന്റെ ചുമരുകൾക്കകവും പുറവും 5 ദിവസമെടുത്താണ് മനോഹരമാക്കിയത്. ഭരണകാര്യത്തിനപ്പുറം ഓഫീസും പരിസരവും കൂടുതൽ ആകർഷകമാക്കുക എന്ന ആശയമാണ് നടപ്പിലാക്കിയത്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ റാന്നി പഠന കേന്ദ്രത്തിലെ അധ്യാപകരും ഒരു കൂട്ടം വിദ്യാർത്ഥികളുമാണ് അലങ്കാരം പൂർത്തിയാക്കിയത്. ഇവരിപ്പോ കൂലിക്കല്ല ചെയ്യുന്നത്. കാരണം ഈ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് പഞ്ചായത്തിന്റെ തന്നെ ഒരു അഭിമാനമായിട്ടാണ് ഇപ്പൊ അവര് കാണുന്നത്. അവര് ചെടിച്ചട്ടികളെല്ലാം വെച്ച് റാന്നി ടൗണിനെ വളരെ മനോഹരമാക്കി. അപ്പൊ അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അവർ 1 വർഷക്കാലമായി മുഴുവൻ റോഡിന്റെ സൈഡുകളും എല്ലാം ശുചീകരണ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്നത് റൂട്രോണിക്സ് എന്ന സ്ഥാപനമാണ്. പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ്. പഠനത്തിന്റെ ഭാഗമായാണ് റൂട്രോണിക്സ് ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ഏറ്റെടുത്ത് ചിത്രങ്ങൾ വരച്ചത്. നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെ ചിത്രരചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പെരുമ്പഴ ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഷെഡ് നമ്മള് വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ ചിത്രങ്ങളെല്ലാം വരച്ച് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളോട് പഞ്ചായത്ത് ആവശ്യപ്പെടുകയും ഇതുപോലൊരു ചിത്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലും വരച്ചു തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിന്റെ പുറത്താണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോ ഒരു 7-8ഓളം വിദ്യാർത്ഥികളും നമുക്കിപ്പം പങ്കുചേർന്നിട്ടുണ്ട്. നമ്മുടെ ഒരു 3 ദിവസത്തെ ഒരു പ്രയത്നമാണ് ഇന്ന് കാണുന്ന ചിത്രങ്ങളെല്ലാം. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കൂടുതൽ മനോഹരമാക്കുന്ന മറ്റു പ്രവർത്തനങ്ങളും ഭരണസമിതിയുടെ ആലോചനയിലുണ്ട്. പത്തനംതിട്ടയിലെ തന്നെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് റാന്നി. പ്രളയകാലത്ത് ഈ ഓഫീസ് പൂർണ്ണമായി നശിച്ചിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മാണം തുടങ്ങിയ പ്ലാനറ്റോറിയവും സയൻസ് സിറ്റിയും കാട് കയറി നശിക്കുകയാണ്. പരപ്പനങ്ങാടി പാലത്തിങ്കൽ ന്യൂകട്ടിനോട് ചേർന്നിട്ടുള്ള പ്ലാനറ്റോറിയവും സയൻസ് പാർക്കുമാണ് നാശത്തിന്റെ വക്കിലുള്ളത്.
2015 പാലത്തിങ്കൽ ന്യൂ കട്ടിനോട് ചേർന്ന് പ്ലാനറ്റേറിയവും സയൻസ് പാർക്കും അനുവദിച്ചത്. പദ്ധതിക്കായി 3 കോടി രൂപയും അനുവദിച്ചു. 2018 നിർമ്മാണം പൂർത്തിയായെങ്കിലും പിന്നീട് വന്ന സർക്കാരുകൾ പൂർണ്ണമായും അവഗണിച്ചു. ചുറ്റുമതിലിന്റെ പണി പൂർത്തിയാക്കി സുരക്ഷാവേലിയും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കുന്നതിന് സർക്കാർ 6 കോടി രൂപ വകയിരുത്തിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. കോട്ടയം, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിലാണ് 2015 സയൻസ് പാർക്ക് അനുവദിച്ചത്. കോട്ടയത്തും തൃശൂരും സയൻസ് പാർക്കുകൾ പ്രവർത്തനം തുടങ്ങി. എന്നാൽ മലപ്പുറത്തേത് കാടുമൂടി നശിക്കുകയാണ്. വിലപിടിപ്പുള്ള പല എക്യുപ്മെന്റുകളും അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ 2 ദിവസം മുമ്പിട്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ചുറ്റുമതിലിന്റെ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ടെൻഡർ 2 ദിവസം മുമ്പിട്ട് അവിടെ തിരുവനന്തപുരം സയൻസ് പാർക്കിന്റെ ഡയറക്ടർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമതിൽ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ബാക്കിയുള്ള പ്രവൃത്തികൾ തുടങ്ങാൻ കഴിയും. ഏതായാലും വളരെ കാലത്തെ ഒരു സ്വപ്ന പദ്ധതിയാണിത്. കാരണം 2015 തറക്കല്ലിട്ട് ഇതുവരെ യാഥാർത്ഥ്യമാക്കാത്ത ഒരു നോക്കുകുത്തിയായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാകുന്നതായിരുന്നു പദ്ധതി. ന്യൂസ് 18 മലപ്പുറം.